ഉയർന്ന നിരക്ക് വർധന ആവശ്യപ്പെട്ട പ്രമുഖ ചാനൽ കമ്പനികൾ അവരുടെ ചാനലുകൾ കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ നെറ്റ്വർക്ക്സിൽ നിന്നും നീക്കം ചെയ്തു. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് കേരള വിഷനും സിഒഎയും. എല്ലാ പേ ചാനലുകളും ഒരുമിച്ച് സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന നിലപാടാണ് ട്രായുടെയും വൻകിട ബ്രോഡ്കാസ്റ്റർമാരുടെയും ഭാഗത്തുനിന്നും ഉണ്ടായതെന്ന് സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ.വി. രാജൻ പറഞ്ഞു. ഈ നിലപാടിൽ കേരള വിഷൻ അപലപിക്കുകയാണ്. കുത്തകകളെ സഹായിക്കുന്ന നടപടിക്കെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ 4-5 ഹൈക്കോടതികളിൽ ഇതിനെതിരായി കേബിൾ ടി ഓപ്പറേറ്റർമാരും വിവിധ MSOകളും കോടതികൾ കൊടുത്തിട്ടുള്ള ഹർജിയൊന്നും പരിഗണിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അതൊക്കെ വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതിനൊന്നും കാത്തു നിൽക്കാതെ കേവലം 48 മണിക്കൂർ മുമ്പുള്ള ഒരു ഇമെയിൽ സന്ദേശം മാത്രം നൽകി ഇത്രയും വരുന്ന ഉപഭോക്താക്കൾക്ക് അല്ലെങ്കിൽ ഉപഭോക്താക്കളെ ബന്ധപ്പെട്ട MSOകൾക്ക് ഒന്ന് അറിയിക്കാൻ പോലുള്ള സാവകാശം പോലും നൽകാതെയാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഇത് രാജ്യത്ത് ഒരുപക്ഷെ ഡിജിറ്റൽ കേബിൾ TV യുഗം അല്ലെങ്കിൽ താരിഫ് ഓർഡർ വന്നതിന് ശേഷം ആദ്യം നടക്കുന്ന ഒരു സംഭവമായിരിക്കും. വിവിധ MSOകൾക്ക് വിവിധ കാരണങ്ങളാൽ വ്യത്യസ്ത ബ്രോഡ്കാസ്റ്റർമാരുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളുണ്ടായിരിക്കാം. പക്ഷെ ഇത്തരത്തിൽ ഏകപക്ഷീയമായി എല്ലാ പേ ചാനലുകളും ഒരുമിച്ച് സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് ഉപഭോക്താക്കളെ ഇത്തരത്തിൽ വഞ്ചിക്കുന്ന ഒരു നിലപാട്, അല്ലെങ്കിൽ കേബിൾ ടി ഓപ്പറേറ്റർമാരെ സമ്മർദ്ദത്തിലാക്കുന്ന നിലപാട് രാജ്യത്ത് ആദ്യമായിട്ടാണ്. കേബിൾ ടി ഓപ്പറേറ്റർ അസോസിയേഷൻ ഇതിനെതിരെ ശക്തമായി അപലപിക്കുകയാണ്. കേരളത്തിലെ ഏതാണ്ട് 80% വരുന്ന കേബിൾ ടി വരിക്കാരുള്ള കേരള വിഷൻ, അതുപോലെ ACV, അതുപോലെ തന്നെ മറ്റൊരു നെറ്റ്വർക്കായ ഡെന്ന് തുടങ്ങിയ നെറ്റ്വർക്കുകളിലൊന്നും തന്നെ ഇന്ന് ഈ പേ ചാനലുകൾ ലഭ്യമല്ല. ചെറുകിട MSOകളെ സമ്മർദ്ദത്തിലാക്കിയും ഭീഷണിപ്പെടുത്തിയും ബ്രോഡ്കാസ്റ്റർമാർ അവരെ കൊണ്ട് ഈ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് ധർമ്മസങ്കടത്തിലാണ്. ഒരുപക്ഷെ നാളെ ഈ കരാർ പൂർണ്ണമായി നടപ്പാക്കപ്പെടുമ്പോൾ വലിയ രീതിയിലുള്ള കേബിൾ TV നിരക്ക് അല്ലെങ്കിൽ മാസവരി സംഖ്യ ഉപഭോക്താക്കളിൽ അടിച്ചേൽപ്പിക്കപ്പെടാൻ ഈ MSOകളും അതിന്റെ ഭാഗമായിട്ടുള്ള കേബിൾ ടി ഓപ്പറേറ്റർമാർ നിർബന്ധിതമാകും. എന്തായാലും കേബിൾ ടി ഓപ്പറേറ്റർ അസോസിയേഷൻ രാജ്യത്തെ പ്രമുഖ MSOകളൊക്കെ തന്നെ ഇതിനെ വലിയ രീതിയിലുള്ള വലിയ ഒരു എതിർപ്പും അതിന്റെ ഭാഗമായിട്ടുള്ള ഇതിനെ തോൽപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ കാലത്തും ബ്രോഡ്കാസ്റ്റ് കമ്പനികൾക്ക് അനുകൂലമായാണ് ട്രായ് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് സിഒഎ സംസ്ഥാന നിർവാഹക സമിതി അംഗവും KCCL ചെയർമാനുമായ കെ ഗോവിന്ദൻ പറഞ്ഞു. സമരം ദേശീയ തലത്തിലേക്ക് ഉയരുകയാണ്. ട്രായയുടെ ഇത്തരം തീരുമാനങ്ങൾക്ക് പിന്നിൽ ശക്തമായ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. താരിഫ് ഓർഡർ ഒന്നാമത്തേത് വന്നപ്പോഴും രണ്ടാമത് വന്നപ്പോഴും രണ്ടാമത്തേതിൽ വീണ്ടും അമെന്റ്മെന്റ് വന്ന സമയത്തുമെല്ലാം ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണമാണ് നടത്തുന്നതെന്ന് നേരത്തെ തന്നെ കേബിൾ ടി ഓപ്പറേറ്റർമാരും പൊതുസമൂഹവും ഉപഭോക്താക്കളും ഒരുപോലെ ആരോപിച്ചിരുന്നു. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഉപഭോക്താക്കളുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത് തോന്നുമെങ്കിൽ പോലും ആദ്യമായി ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികളുടെ ചാനൽ നിർമ്മാതാക്കളുടെ കണ്ടന്റ് പ്രൊവൈഡർമാരുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നത് എന്ന് പിന്നീട് വന്ന ഓരോ നിയമനിർമ്മാണത്തിന്റെ സമയത്തും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ സാഹചര്യം നേരിടുന്നതിന് വേണ്ടി കേബിൾ ടി ഓപ്പറേറ്റർമാർ നേരത്തെ കേരളത്തിൽ മാത്രം നടത്തിയിരുന്ന പ്രക്ഷോഭ പ്രതിരോധ പ്രവർത്തനങ്ങൾ ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ ഒരു സാഹചര്യം. കേബിൾ TV കാണുന്ന ഉപഭോക്താക്കൾക്ക് അവർക്ക് ആവശ്യമില്ലാത്ത ചാനലുകൾ പാക്കേജുകളുടെ ബൊക്കേകളുടെ പേരിൽ അടിച്ചേൽപ്പിക്കാനുള്ള നിയമമാണ് പലപ്പോഴും നിർമ്മിക്കപ്പെടുന്നത്. അതിന് ഒരുപാട് രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മുടെ മാധ്യമങ്ങളാണ്, പ്രത്യേകിച്ച് മുഖ്യധാരയിലുള്ള ദേശീയ തലത്തിലുള്ള കോർപ്പറേറ്റ് മാധ്യമ പ്ലാറ്റ്ഫോമുകളാണ് ഭരണകൂടങ്ങളെ താങ്ങി നിർത്തുന്നത്. ഭരണകൂടങ്ങളുടെ ജിഹോകളായി പ്രവർത്തിക്കുന്ന ഇത്തരം മാധ്യമങ്ങൾക്ക് അനുകൂലമായി അവർക്ക് സ്വച്ഛന്തം എന്ത് തീരുമാനം എടുക്കാനും അവരുടെ ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കാനും പറ്റുന്ന നിയമങ്ങൾ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ അവർക്ക് യഥേഷ്ട മാർക്കറ്റിൽ നിന്ന് എത്ര വേണമെങ്കിലും തുക സമാഹരിക്കുന്നതിനും ഉതകുന്ന നിയമനിർമ്മാണമാണ് നടന്നു വരുന്നത്. അതിൽ പ്രത്യക്ഷമായിട്ടോ അല്ലെങ്കിൽ പരോക്ഷമായോ ഗവൺമെന്റുകളുടെ സ്വാധീനമുണ്ടെന്നാണ് ഞങ്ങൾ ആരോപിക്കുന്നത്.